എന്തായിരുന്നു DPPയുടെ ഒരു പ്രശ്നം? അതോ പ്രശ്നം ഉണ്ടായിരുന്നില്ലേ? എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു വിജയം? നമ്മൾ ഒന്നിനെയും ഒരു പൂർണ്ണമായിട്ട് തള്ളിക്കളയോ പൂർണ്ണമായിട്ട് കൊള്ളുകയോ ചെയ്യുന്ന ആളല്ല ഞാൻ. നമ്മളതിനെ പല ഘടകങ്ങൾ വെച്ച് വിലയിരുത്തുക എന്നുള്ളതാണ്. ഒന്ന്, തത്വത്തിൽ DPEP പറഞ്ഞത് നമ്മൾ വിദ്യാഭ്യാസത്തിന് ഏറ്റവും പുതിയ ആശയങ്ങളുടെ വിദ്യാഭ്യാസ മനഃശാസ്ത്ര ആശയങ്ങളുടെ പശ്ചാത്തലത്തിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഡിസ്കവറി ലേണിംഗ് എന്ന് നമ്മൾ പറയുന്നു. കുട്ടി തന്നെ ഒരു വിജ്ഞാനം കണ്ടെത്താൻ വേണ്ടുന്ന പരിസരം സൃഷ്ടിച്ചു കൊടുക്കുക. അതുപോലെ ഒരു ആക്ഷൻ ബേസ്ഡ് ലേണിംഗ്. ഇതൊന്നും തന്നെ തെറ്റായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ വിമർശിക്കേണ്ട കാര്യങ്ങളോ അല്ല. പക്ഷേ DPEPയിൽ എന്ത് സംഭവിച്ചു? വിമർശന ബുദ്ധിയായ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയും, ഇത് വളരെ എക്സ്ട്രീം സ്റ്റേജിലോട്ട് കൊണ്ടുപോവുകയും ഈ പരമ്പരാഗതമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് കാര്യങ്ങളെ പൂർണ്ണമായിട്ട് തച്ചുടയ്ക്കാനുള്ളൊരു മനോഭാവം ഉണ്ടായി. ഒരു ചെറിയ ഉദാഹരണമാണ് അക്ഷരം എഴുതണ്ട എന്ന് പറയുന്നു. വാക്ക് പഠിച്ചിട്ട് അക്ഷരം പഠിച്ചാൽ മതി എന്ന് പറയുന്നു. അത് ഒരു വാശിയായി മാറി. പിന്നെ അതിനോടൊപ്പം പറയാതിരിക്കാനൊക്കാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനിടയിൽ നമ്മൾ ഒരുപാട് സൗന്ദര്യ സങ്കല്പങ്ങൾ തച്ചുടച്ചു. ഇപ്പോൾ ഈ കവിത താളാത്മകമായ കവിത പഠിക്കണ്ട എന്ന് ആരോ തീരുമാനമെടുത്തിരിക്കുന്നു. എന്നിട്ട് ഇപ്പോഴും നമ്മൾ കലാവിദ്യാഭ്യാസം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ താളാത്മകമായ കവിത എന്ന് പറയുന്നത് സൗന്ദര്യാസ്വാദനത്തിൻ്റെ ഭാഗമാണ്. നിങ്ങൾ ആധുനികത എന്ന് പറയുന്നതിനോടൊപ്പം ആധുനികത അല്ലെങ്കിൽ പുരോഗമന ചിന്ത എന്ന് പറയുന്നതിന് നമ്മൾ സൗന്ദര്യ സങ്കല്പങ്ങളെ തച്ചുടച്ചിട്ട് അതിന് മുകളിൽ വയ്ക്കേണ്ട കാര്യമില്ല. ഇത് രണ്ടും ഒരുമിച്ച് നിൽക്കേണ്ടുന്ന കാര്യമാണ്. ഇതിനൊരു ഇടം കൊടുക്കണമായിരുന്നു. അതുപോലെ ഇപ്പോൾ അക്ഷരങ്ങൾ എഴുതാൻ പഠിക്കുക, കണക്ക് കൂട്ടാൻ പഠിക്കുക എന്നുള്ള കാര്യത്തിൽ നമ്മുടെ കാണാതെ പഠിക്കുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ള കാഴ്ചപ്പാടിൽ അതിനെ വേണ്ടാന്ന് വയ്ക്കുകയും കുട്ടികൾ അവസാനം 10ാം ക്ലാസ് പാസ്സായി കഴിയുമ്പോഴത്തേക്ക് അവർക്ക് അക്ഷരം എഴുതാൻ ഒക്കാതാകുകയും ചെയ്യുക. അതിനോട് നമുക്ക് യോജിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇതിലെ പുരോഗമനപരമായ ആശയങ്ങൾ, പെഡഗോഗിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആശയങ്ങൾ, അതെല്ലാം സ്വീകാര്യമാണ്. അത് എല്ലാം ഉപയോഗിക്കേണ്ടതാണ്. കേരളത്തിൽ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. അതിനെയൊക്കെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ അതിലെ ഒരു തീവ്ര സ്വഭാവം നമുക്ക് ദോഷം ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്.